प्लीज ये भी तो कर रहा है वही मैडम, ये भी वही कर रहा है, ये भी रिपोर्टर है। वोट बचे इसलिए मैं चुनाव आयोग आया हूँ। कम से कम चुनाव आयोग उन पे कार्रवाई करे जिन लोगों ने वोट काटे हैं। मैंने खुद 18,000 जो डिलीटेड वोट थे उनको मैंने दिया है। आज उनके लिए, पूरे देश के लिए सारे एमपी ऑपोजिशन इंडिया गठबंधन के यहाँ पे मार्च कर रहे हैं इलेक्शन कमीशन ऑफिस में, क्योंकि हमारे जो doubts are removed, then the election commission's credibility can be regained. So the election commission's own interest lies in addressing these questions. പ്രതിപക്ഷ നിരയിലെ നേതാക്കളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. हमारी मांग है कि जिस तरीके से वोट काटे जा रहे हैं, वोट मिटाए जा रहे हैं, शामिल हो वोट चोरी में, सरकार अगर शामिल हो वोट कटवाने में। കിരൺ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപാട് ചീത്തപ്പേര് കേട്ടിരുന്നു. ഒരു സഖ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയാതെ പോയതിൽ കോൺഗ്രസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം പക്ഷേ ഇങ്ങനെയൊരു പൊതു താല്പര്യമുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്താൻ, അതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാനർ പോലും വേണ്ടെന്ന് വെച്ച് മാറിപ്പോയ ആം ആദ്മിയെ കൂടി കൊണ്ടുവന്ന് കൂടെ നിർത്താനുള്ള തരത്തിൽ വിശാലമായ ഒരു ഐക്യം രൂപപ്പെടുന്നു എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എത്രത്തോളം നിർണായകമായ ഒരു നീക്കമാണ്? ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ എല്ലാ എംപിമാരെയും അല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളെയും പൂർണ്ണമായും യോജിപ്പിച്ച് ഇത്തരമൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പാർട്ടികളെ സംബന്ധിച്ചും ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനം. വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ആ വോട്ടിംഗാണ് ജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത്. ആ വോട്ടർ പട്ടികയിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജയവും പരാജയവും തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്ക എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്. ഈ തരത്തിലേക്ക് നടന്നിട്ടുണ്ട്. തങ്ങളുടെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാജമായ കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു സമരത്തിന് ഇവർ എല്ലാവരും യോജിക്കുന്നത്. ഇതിന്റെ ഒരു തുടർച്ച കൂടി ഉണ്ടാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം AICC യോഗമുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഈ എംപിമാർക്കായി മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ, തന്റെ വസതിയിൽ ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ വിരുന്നിലടക്കം ഈ വിഷയത്തിലെ ഭാവി പരിപാടികളാവും സ്വാഭാവികമായും ചർച്ച ചെയ്യുക. അത്തരം ഒരു ഐക്യം പ്രതിപക്ഷ നിരയിൽ ഉണ്ടാക്കുക. ആ പ്രതിപക്ഷ നിരയിൽ ഐക്യം ഉണ്ടാക്കിയ ശേഷം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ നടന്ന വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ലഭ്യമാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വൺ മാൻ വൺ വോട്ട് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന ശില തന്നെ. ഒരാൾക്ക് ഒന്നിലേറെ വോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അട്ടിമറിക്കപ്പെടുന്നത് ജനാധിപത്യമാണ്. ഇവിടെ അങ്ങനെ ഒന്നിലേറെ വോട്ട് വരുന്നുവെന്ന്, അതും ഒന്നും രണ്ടും പേർക്കല്ല, 100,000-ഓളം പേർ ഒരു അസംബ്ലി മണ്ഡലത്തിലടക്കം മാറ്റം വരുന്നു എന്നുള്ള ഒരു തെളിവുകളാണ്. ഇത് ശരിയാണെങ്കിൽ ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഇനി ശരിതെറ്റുകളൊക്കെ പരിശോധിക്കുകയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇക്കാര്യത്തിൽ പൂർണ്ണമായും യോജിക്കുകയാണ്. അവർ യോജിച്ചു നിന്ന ഒരു സമരത്തിന് കൂടി ഇറങ്ങിയിരിക്കുന്നു. ആ സമരത്തെയാണ് ഫറൂഖ് അബ്ദുള്ള പോലെ തലമുതിർന്ന ഒരു നേതാവ്, മല്ലികാർജ്ജുൻ ഖർഗെ പോലെ തലമുതിർന്ന ഒരു നേതാവ്, രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവ്, അഖിലേഷ് യാദവ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തലമുതിർന്ന നേതാക്കൾ, ഒന്നാം നിര നേതാക്കൾ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റിൽ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടെ കുത്തിയിരുന്ന് കുറേ പേർ പ്രതിഷേധിക്കുന്നു. ചില എംപിമാരൊക്കെ ഈ പോലീസിന്റെ ബാരിക്കേഡ്, വനിതാ എംപിമാരും ചെറുപ്പക്കാർ എംപിമാരും ഒക്കെ പോലീസിന്റെ ബാരിക്കേഡ് തടഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ചിലർ ആ ബാരിക്കേഡ് കടന്ന് മറുവശത്തെത്തിയും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യത്തിന്റെ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തുടങ്ങിവെച്ച ആ പ്രതിഷേധം അല്ലെങ്കിൽ
ആ വോട്ടർ പട്ടിക ക്രമക്കേടെന്ന ആരോപണത്തെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടനമായി പ്രതിഷേധ പ്രകടനമായി തന്നെ മാറുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള കക്ഷികളെ കൂടി കൂട്ടി പ്രതിപക്ഷ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് എത്തുന്നതിന് വളരെ ദൂരെ വെച്ച് തന്നെ ഇപ്പോൾ പോലീസ് പ്രതിഷേധ പ്രകടനം തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ടാണ് അത് തടയുന്നത്. കിരൺ, ഈ മൂന്നാം മോദി സർക്കാരിനെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർക്ക് മുന്നിൽ ഉയരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇങ്ങനെ ഒരു ആരോപണം. പ്രത്യേകിച്ച് പലതവണ തെളിവുകളില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണയാണ് ഇതാദ്യമായി ഒരു കൃത്യമായ രേഖകൾ സഹിതം ഒരു ആരോപണവുമായി പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് രംഗത്തെത്തുന്നത്. അതിനെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനായി തന്നെ മറുപടികൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ ക്രമക്കേടുകൾ മുൻപ് നേരത്തെ തന്നെ അമിത്ഷാ പറഞ്ഞ ചില വാക്കുകളടക്കം ഉദ്ധരിച്ചുകൊണ്ട് തിരിച്ച് മറുപടി നൽകുന്നുമുണ്ട്. ഈ ഒരു ആരോപണത്തിൽ എത്ര കണ്ട് ഉറച്ചു നിൽക്കാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് കഴിയുന്നുണ്ട്? അത് അവർക്ക് നൽകുന്ന ഊർജം എത്രത്തോളമാണ്? ശ്രീജ, ഈ ആരോപണത്തിൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ പാർട്ടികളുടെ എല്ലാം MP-മാർ ഈ പ്രതിഷേധ സമരത്തിന് പങ്കാളികളായിരിക്കുന്നത്. എന്നാലും ഈ വിഷയത്തിൽ ഏതെങ്കിലും പ്രതിപക്ഷത്ത് വ്യത്യസ്തമായ സ്വരമില്ല. പല വിഷയങ്ങൾ വരുമ്പോഴും പ്രതിപക്ഷത്തിന് അങ്ങനെ ഐക്യത്തോടു കൂടിയുണ്ടായ ഒരു സ്വരം ഇല്ലായിരുന്നു. പല പാർട്ടികളും പ്രധാനമായും പ്രാദേശിക പാർട്ടികളാണ്. ഓരോ സംസ്ഥാനത്തും അതിൻ്റെതായ പ്രത്യേകമായ താല്പര്യങ്ങളും അല്ലെങ്കിൽ കാര്യത്തിൽ യോജിക്കുന്നതിന് അവർക്ക് പ്രായോഗികമായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാ പാർട്ടികൾക്കും യോജിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എല്ലാ പാർട്ടികളെയും ഒരേപോലെ അവരുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. വോട്ടർ പട്ടികയിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഭാവിയിൽ കൂടുതൽ വോട്ട് വാങ്ങിയാലും ജയിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളെല്ലാം തന്നെ ഈ കാര്യത്തിൽ യോജിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ്. കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. തെരുവിലേക്ക് സമരം വരിക എന്നത് സ്വാഭാവികമായും ഇന്ത്യ ആകെ ഇനി ഈ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിനൊരു മുന്നോടിയായി കൂടിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 21 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ MP-മാർ പങ്കെടുക്കുന്ന ഈ പാർലമെന്റിലെ മകരദ്വാരത്തിൽ നിന്നും ആ മാർച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അശോക റോഡിലെ ആ ആസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. പോലീസ് തടഞ്ഞ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞു. ചില MP-മാരൊക്കെ ചെറുപ്പക്കാരായ MP-മാർ വനിതാ MP-മാരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറിയെന്നും ബാരിക്കേഡ് മറികടന്നുമൊക്കെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കുത്തിയിരുന്ന് സമരം ചെയ്യുന്നുണ്ട്. വളരെ മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള 80 കഴിഞ്ഞ നേതാക്കളൊക്കെ റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും രാജ്യം കണ്ട പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു സമരമായി അല്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സമരമായി കൂടി ഇത് മാറുകയാണ്. ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കൃത്യമായി പ്രവചിക്കാനാവില്ല. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഐക്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം ഓരോ പാർട്ടിയുടെയും ഭാവിയെ ബന്ധപ്പെട്ട വിഷയം കൂടി ആയതിനാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇക്കാര്യത്തിൽ നിന്ന് അടർത്തി മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുമായി ധാരണയുണ്ടാക്കാനോ ഒക്കെ ഉള്ള നീക്കത്തിന് നീക്കം BJPക്ക് നടത്തുന്നതിന് പ്രയാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയിലെ വോട്ടർമാരുടെ മുന്നിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചത് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്തിയാണ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ വാഹനത്തിൽ കയറുന്നത് കാണുന്നത്